ഹലോ, നമുക്കിന്നൊരു ചെറിയൊരു യാത്ര ചെയ്യാം. റോഡ് എൻ്റെ വരകളും കാര്യങ്ങളും, പിന്നെ അതേപോലെ നമ്മുടെ KSRTC കുറേ പ്രശ്നക്കാരാണ്. അവരെയൊക്കെ നമുക്ക് കാണിച്ചു തരാം. അവരുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ റോഡിൽ എന്താണ് നമ്മൾ ഈ സംഭവിക്കുന്ന ചില നിയമങ്ങളൊന്നും പാലിക്കപ്പെടാതെ ഓടിക്കുന്ന വാഹനങ്ങൾ, എന്താണ് ഈ ലൈൻ ട്രാഫിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ബോധേഡാവാം. അപ്പോൾ എന്താണ് ഈ മഞ്ഞ വര ഇട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഈ മഞ്ഞ വര എന്തിനാണ്? എൻ്റെ ഒപ്പം ഉള്ളത് ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ ഒപ്പം ഉള്ളത് സിദ്ദീഖാണ്, നമുക്ക് നമ്മുടെ ഫ്രണ്ടാണ്. നമുക്ക് ഇത് നോക്കാം, എന്താണ് ഈ വര. ഫസ്റ്റ് നമുക്കാണ് ഈ വര ഉണ്ടല്ലോ. സിദ്ദീഖേ, എന്താണ് ഈ വര ഈ ഇങ്ങനെ ഇട്ടേക്കണെന്ന് അറിയാമോ? സെന്ററില് ഒറ്റ ലൈനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിരിക്കുന്ന വര എന്താണ് അറിയാവോ? എനിക്കറിയില്ല. എന്താണ് നോക്കി റോഡ് നോക്കൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേക്കുന്ന വര. ഈ വര കണ്ട. ഇനി ഇപ്പുറത്ത് പഴയതും പുതിയ വരയാണ് കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. നെക്സ്റ്റ് നോക്കാം, എന്താണ് നോക്കാം. ഇവിടെ എല്ലാം മഞ്ഞ വരയാണല്ലോ. എന്താണ് ഈ മഞ്ഞ വര? ഇത് നമ്മൾ ശ്രദ്ധിച്ച് ഇവിടെ വാഹനം ഈ വര നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അവിടുത്തെ വാഹനങ്ങൾ ഇപ്പുറത്തേക്കും വരാൻ പാടില്ല. ഓവർടേക്കിങ് യാതൊരു കാരണവശാലും പാടില്ല. ഇവിടെ അപകടം പതുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ മഞ്ഞ ഈ കട വര കേട്ടോ. ഈ വരയുണ്ട്, ഇവിടെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ. പിന്നെ ഏത് വര നമുക്ക് അറിയാവുന്നല്ലോ. ഇവിടെ നമുക്ക് ക്രോസിങ്, ആൾക്കാർ പോകുന്ന ക്രോസിങ് നമ്മുടെ ചില സിഗ്നലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് പോകാനുള്ള സിഗ്നലില് പച്ച ലൈറ്റ് ആണെങ്കിലും കുറെ ആളുകൾ ക്രോസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ആളുകളുടെ വിചാരം സിഗ്നലിലൊക്കെ എപ്പോൾ വേണമെങ്കിലും ഈ സീബ്ര ലൈനിൽ കൂടെ പോകാമെന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ പല നമ്മള് വൈറ്റില ജംഗ്ഷനിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഈ വര ഇവിടെ നിങ്ങള് പതിയെ സ്റ്റോപ്പാക്കി പോവുക. വാഹനം എന്ത് ചെയ്യണം? പയ്യെ പോവുക, സ്പീഡ് കുറക്കുക. ഓക്കെ, അതിനുള്ള ഒരു സൂചനയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ KSRTC-കാരൊക്കെ ഈ ഭാഗത്തെ KSRTC-കാരൊക്കെ ഭയങ്കര വില്ലന്മാരാണ്. കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഈ ഭാഗത്തൊക്കെ ഭയങ്കര വില്ലന്മാരാണ്. നമുക്കൊരു KSRTC-കാരൻ നമ്മുടെ പുറകിൽ വരുന്നുണ്ട്. അവന്റെ അഭ്യാസം നമുക്ക് നോക്കാം. കണ്ടോ? നമ്മള് മാറ്റി കൊടുക്കണം. കണ്ടാ പോണണ്ട? ഈ വരണ്ട, ഈ വെള്ളലൈൻ കണ്ട, ആ വെള്ളലൈനെ ക്രോസ് ചെയ്യണ്ട. നോക്കാം ആ KSRTC-കാരൻ നമ്മൾ പോകണം. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. KSRTC-കാരൻ പോണേ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞെന്താ, ഒരിക്കലും കടന്നു പോകാൻ പാടില്ലാത്ത ഒരു വശത്തിൽ കൂടെ അവരെ ഓവർടേക്ക് വന്നു. അവിടുത്തെ വാഹനങ്ങൾ വന്നാല് ആക്സിഡന്റ് സംഭവിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഏരിയയിലാണ് അവൻ ആ KSRTC-കാരൻ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ മിക്ക ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് ആ KSRTC-കാരാണ്, അല്ലേ? ഇപ്പൊ നമ്മള് കണ്ടില്ലേ, ലൈവില് കണ്ടില്ലേ? ഈ വര എന്താണ് ഇങ്ങനെ വിട്ടുള്ള വരയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തുള്ള വാഹനക്കാർക്ക് ഇപ്പുറത്തേക്ക് വരാം, ഓവർടേക്ക് ചെയ്യാം. അത് നമുക്ക് ഓവർടേക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ള ഒരു സൂചനയാണ് ആ വിട്ടുള്ള വരയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? നമ്മള് ഒരു അതിർത്തിയാണത്. ഈ ഭാഗത്തുള്ള വാഹനങ്ങൾ ഈ ലൈനിന്റെ ഇപ്പുറത്ത് കൂടെ തന്നെ പോകണം, അപ്പുറത്തേക്ക് ഒരിക്കലും പോകരുത്. കാരണം എന്താണ്? ഈ അവിടെ നിന്നുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓവർടേക്ക് ചെയ്ത. പോണണ്ട, കണ്ടാ ഇമാരൊക്കെ പോണണ്ട. ഒരിക്കലും ചെയ്യരുത്. ആക്സിഡന്റിന്റെ മെയിൻ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് ഈ ഇതേപോലുള്ള വാഹനങ്ങൾ പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾ നോക്കിയോ, മിക്ക ആക്സിഡന്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും ഈ ലൈൻ ട്രാഫിക് തെറ്റിക്കുന്ന സ്ഥലങ്ങളിലാണ് മിക്ക ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അടുത്ത KSRTC-കാരൻ വരുന്ന നിങ്ങൾ നോക്കി, കണ്ടാ അവൻ പോകുന്നുണ്ടോ? പോകുന്ന നോക്കി, ആ ലൈൻ കണ്ടാ? ഇത് നമ്മുടെ ഗണേഷ് കുമാറെ കാണണ്ട. ഗണേഷ് കുമാർ കേട്ടോ, നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. നിങ്ങളുടെ വകുപ്പിൽപ്പെട്ട നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് വാഹനങ്ങളെ ആദ്യം നിങ്ങളൊന്ന് ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളുടെ സ്ഥലത്ത് തന്നെ നിങ്ങളുടെ അടൂരാണ് ഇത്, അടൂർ ഭാഗത്ത് തന്നെ. എന്താണ് എന്റെ ഗണേഷ് കുമാർ കേട്ടാ, കണ്ടാ പോകുന്നുണ്ടോ? അപ്പൊ ഈ ഇടപെട്ടുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാം എന്നുള്ള, നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇത് നോക്കാം. ഏതാ ഒരു സിഗ്നൽ ആയിട്ടുണ്ട്. ഇത് ഏത് സിഗ്നലുണ്ട്? കിളിമാനുണ്ടോ? കിളിമാനൂർ ജംഗ്ഷനാണ്. കിളിമാനൂർ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഇപ്പൊ ഒരു ചെറിയൊരു ബ്രേക്ക്.